കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഒരു പാടത്ത് വന്നേക്കുവാണേ. നമ്മൾ കണിവെള്ളരി നോക്കിയാണ് കേട്ടോ വന്നേക്കണേ. കണിവെള്ളരി ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. പിന്നെ കുറേ പടവലങ്ങയുണ്ട്, പിന്നെ കുറേ പയറുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അവിടെ 2 ചേട്ടന്മാർ ഇരുന്ന് പറിക്കുന്നുണ്ടേ. കണിവെള്ളരി ആണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. പോവാം. അതെ, നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു. ഇത് വെള്ളരിയാണ്, കണിവെള്ളരിയാണ് കേട്ടോ. കണിവെള്ളരിത്തോട്ടാണ്. ഇത് ആ ചേട്ടന്മാരാണ് ഇവിടെ നട്ടേക്കണത്. ആ ചേട്ടന്മാരിപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ഇത് വിഷുവിന് മാത്രമായിട്ടെന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് കണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ആ ചേട്ടന്മാരത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം, ഈ ഒരാഴ്ചയുള്ള അതിൻ്റെ കറക്റ്റായിട്ടുള്ള കച്ചവടം നടക്കുന്നത് ഈ ഒരാഴ്ച 2-3 ദിവസം മുമ്പ്. അപ്പോൾ അതേ ആ ചേട്ടന്മാരത് പറിച്ചുകൊണ്ടിരിക്കുക. അതേ പറിച്ചതേ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഇങ്ങനെ കുറേ സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വീട് ഫോട്ടോ ആയിരിക്കും. നല്ല രസമായിട്ടുള്ള വെള്ളരിയുണ്ട്. ഇത് ശരിക്കും ഇത്രയും വലുതാവുള്ളൂ കേട്ടോ. ഇത്രയും വലുതാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി വലിപ്പം വെക്കുകയല്ല, നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്. ഇതുകൊണ്ട് ഇത് ഇത്രയും ഒക്കെ ഉണ്ടാവുള്ളൂ. കണ്ടോ, നല്ല രസമല്ലേ. പിന്നെ അവർ പറിച്ച് കൂട്ടിയിട്ടൊക്കെയാണ്. നമുക്ക് ഈ ചേട്ടന്മാരാണ് ഇത് കൃഷി ചെയ്തേക്കണത്. വാ ചേട്ടാ. ഈ ചേട്ടന്മാരാണ് ഇത് കൃഷി ചെയ്തേക്കണത്. നമുക്ക് ഈ ചേട്ടന്മാരോട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? എൻ്റെ പേര് ജോൺ വാപ്പൻ. ജോൺ എന്ന് പറയും. ജോൺ. സുനിൽ ജോൺ. നേരത്തെ തൊട്ട് ഈ കൃഷിയാണ്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിയാണ്. ഇപ്പൊ ഈ കൃഷിയെ പറ്റി എന്നാ പറയാ? ഈ കൃഷിയെ പറ്റി പ്രാവശ്യം കണിവെള്ളരി, പയറ്. ഈ വർഷത്തെ മഴ കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ നഷ്ടം വന്നുപോയി. മറ്റേ ഞങ്ങൾക്ക് ലാഭമാണ്, കൃഷി ലാഭമാണ്. ഞങ്ങൾ ജൈവ കൃഷിയിലാണ് നടത്തുന്നത്. അപ്പൊ ആ പയറൊക്കെ ചീത്തയായി പോയി. വെള്ളം നിന്നു മഴ. മഴയുടെ 2 മഴയോട് കൂടി ഞങ്ങൾ ഇതായി പോയല്ലേ, ചീത്തയായി പോയപ്പോ ചീഞ്ഞു പോയല്ലേ. നഷ്ടമായി പോയി. ഈ വർഷം നഷ്ടമായി. നമുക്ക് ഈ നഷ്ടം പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ കൃഷിഭവനെല്ലാം ചെയ്യൂ. നമ്മുടെ സർക്കാർ എന്ത് ചെയ്യാനുണ്ട്? നമ്മുടെ സർക്കാരിനൊന്നും ചെയ്യാനില്ല. വെള്ളരിക്ക് വിലയുണ്ടോ? വെള്ളരിക്ക് വിലയില്ല. അതല്ലേ 12 രൂപയൊക്കെ വിലയുള്ളൂ. 12 രൂപ വിലയ്ക്ക് വെള്ളരിക്ക കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? എത്ര നാളും കൊണ്ടാ ഇത് നട്ടിട്ട്? എത്ര നാളും ഇത് നട്ടിട്ട് ഇപ്പൊ 70 ദിവസമായി കാണും.